ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ മെഷീൻസിലെ സിങ്ക്രണസ് മെഷീൻസ് എന്ന ചാപ്റ്ററിലെ ഒരു സബ് ടോപ്പിക്കാണ്, വിച്ച് ഇസ് കോൾഡ് ഡ്രൂപ്പ് അനാലിസിസ്. നമുക്ക് അറിയാം, സിങ്ക്രണസ് മെഷീൻസ് ആർ യൂസ്ഡ് ഇൻ പവർ പ്ലാന്റ്സ് ഫോർ ഇലക്ട്രിക് പവർ ജനറേഷൻ. ഈ സിങ്ക്രണസ് മെഷീൻസിൻ്റെ ഇൻപുട്ട് എന്താണ്? ദേ ആർ പ്രൈം മൂവേഴ്സ്. ഇൻപുട്ട് ആർ പ്രൈം മൂവേഴ്സ്. ഈ prime movers, they may be of hydro, thermal, nuclear, anything. But all these prime movers, എല്ലാ prime moversനും ഒരു പ്രോപ്പർട്ടി ഉണ്ട്. They have a similar property. അതായത് ഈ prime moversനുള്ള ലോഡ് കൂടുമ്പോൾ their speed decreases. നമ്മളിത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ലോഡ് P, സ്പീഡ് N. ലോഡ് കൂടുമ്പോൾ സ്പീഡ് വിൽ ഡിക്രീസ്. ഇതാണ് നമ്മളുടെ പ്രൈം മൂവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ പ്രൈം മൂവർ ഈസ് കപ്പിൾഡ് വിത്ത് ദ ആൾട്ടർനേറ്റർ. ഈ പ്രൈം മൂവർ ആൾട്ടർനേറ്ററുമായിട്ട് കപ്പിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈം മൂവറിൻ്റെയും ആൾട്ടർനേറ്ററിൻ്റെയും സ്പീഡ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സെയിം. ആൻഡ് വി നോ ഫോർ ആൻ ആൾട്ടർനേറ്ററിൽ ഫ്രീക്വൻസിൻ്റെ ഫോർമുല എന്താണ്? ഫ്രീക്വൻസി എഫ് ഈസ് Pn by 120. സോ സ്പീഡ് കുറയുമ്പോൾ അതേപോലെ ഫ്രീക്വൻസിയും എന്ത് വരും? ഇറ്റ് വിൽ ഓൾസോ കം ഡൗൺ. F is equal to Pn by 120. സോ ആൾട്ടർനേറ്ററിൻ്റെ പവർ P, ഫ്രീക്വൻസി F in hertz, power in megawatt. So ഈ ക്യാരക്ടറിസ്റ്റിക്സും എങ്ങനെ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഓൾസോ ഡ്രൂപ്പിംഗ്, ജസ്റ്റ് ലൈക്ക് ദ പവർ പ്രൈം മൂവർ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇവിടെ ഈ ഒരു ഫ്രീക്വൻസി ഇറ്റ് ഈസ് കോൾഡ് FNL ഓർ നോ ലോഡ് ഫ്രീക്വൻസി. ഈ ഒരു ഫ്രീക്വൻസി ഇറ്റ് ഈസ് കോൾഡ് FL ഓർ ഫുൾ ലോഡ് ഫ്രീക്വൻസി. അപ്പോൾ ഈ പവർ എന്തായി? ഈ പവർ ഈസ് ഫുൾ ലോഡ് പവർ FL. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഓൾട്ടർനേറ്ററിൻ്റെ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കി പ്രൈം മൂവറിൻ്റെ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി സ്പീഡ് ഡ്രൂപ്പ്. എന്താണ് സ്പീഡ് ഡ്രൂപ്പ്? സ്പീഡ് ഡ്രൂപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് F no load മൈനസ് F full load by F full load into 100. No load minus full load by F full load into 100. ഇതാണ് സ്പീഡ് ഡ്രൂപ്പ്. ഇവിടെ ഇതാണ് നോ ലോഡ്, ഇതാണ് ഫുൾ ലോഡ്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ നോ ലോഡ് മൈനസ് ഫുൾ ലോഡ്, ഈ ഒരു വാല്യൂ നോ ലോഡ് മൈനസ് ഫുൾ ലോഡ്, ഈ ഒരു വാല്യൂ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. നോ ലോഡ് മൈനസ് ഫുൾ ലോഡ്, അതായത് ഈ എഫ് നോ ലോഡ് കോൺസ്റ്റൻ്റ് അല്ല, പക്ഷേ നോ ലോഡ് മൈനസ് ഫുൾ ലോഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? എനിക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് മേളിലേക്കും താഴേക്കും എനിക്ക് ഇഷ്ടമുള്ള പോലെ മൂവ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗവർണേഴ്സ്. ഓക്കെ, സൂക്ഷിക്കുക. എഫ് നോ ലോഡ് മൈനസ് ഫുൾ ലോഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്, അതായത് ഈ ഒരു സ്ലോപ്പ് ഈസ് എ കോൺസ്റ്റൻറ്റ്, പക്ഷേ എഫ് നോ ലോഡ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് എനിക്ക് ഇഷ്ടമുള്ള പോലെ മൂവ് ചെയ്യാം. ഇതാണ് ഡ്രോപ്പിൻ്റെ ഫോർമുല. യൂഷ്വലി ഡ്രൂപ്പിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2 to 5% ആയിരിക്കും. അതായത് ഈ ഒരു സ്ലോപ്പ് ഇറ്റ് വിൽ ബി 2 to 5%. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ കേസസ് നോക്കാം. വി വിൽ സീ വൺ ബൈ വൺ. കേസ് 1, ഐസൊലേറ്റഡ് ജനറേറ്റർ. ഐസൊലേറ്റഡ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ജനറേറ്റർ ആൻഡ് വൺ ലോഡ്. schematic diagram will be the generator
ഇവിടെ ലോഡ് ജനറേറ്റർ ജി ലോഡ്. ഇതാണ് ഐസൊലേറ്റഡ് ജനറേറ്റർ. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഫ്രീക്വൻസി വിത്ത് ആക്റ്റീവ് പവർ വേരി ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ദർ ഈസ് ഓൺലി എ സിംഗിൾ ജനറേറ്റർ. അതുകൊണ്ട് ഈ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന ആക്റ്റീവ് പവർ ഈസ് ഈക്വൽ ടു ആക്റ്റീവ് പവർ ഡിമാൻഡഡ് ബൈ ദ ലോഡ്. അതായത് ഈ ജനറേറ്ററിൻ്റെ റേറ്റിംഗ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് 120 മെഗാവാട്ട്. നമ്മുടെ ലോഡ് ഒരു 50 മെഗാവാട്ട് ഉള്ളുവെങ്കിൽ ഈ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന പവറും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓൾസോ 50 മെഗാവാട്ട്. നമ്മുടെ ലോഡ് 20 മെഗാവാട്ട് ആണെങ്കിൽ നമ്മുടെ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന ലോഡ് വിൽ ബി ഓൾസോ 20 മെഗാവാട്ട്. അതായത് ഇൻ എ ഐസൊലേറ്റഡ് ജനറേറ്റർ സൈഡിൽ വി ഡോണ്ട് ഹാവ് ദ സേ. വി കനോട്ട് കൺട്രോൾ ദ ഫ്രീക്വൻസി ആൻഡ് ആക്റ്റീവ് പവർ ആസ് വി വാണ്ട്. ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ലോഡ്. ഓക്കെ, സോ ഇതാണ് ഐസൊലേറ്റഡ് ജനറേറ്റർ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുകയാണെങ്കിൽ ഇത് പി, ഇത് എഫ്. സി assume no load frequency as 50 Hz. ഫുൾ ലോഡ് ഫ്രീക്വൻസി ഇവിടെ ഫുൾ ലോഡ് 120 മെഗാവാട്ട്. ഈ ഒരു ഫ്രീക്വൻസി ലെറ്റ് ഇറ്റ് ബി 48 Hz. ഓക്കെ, അപ്പോൾ ഈ എൻ്റെ ലോഡ് 50 മെഗാവാട്ട് ആണെങ്കിൽ 50 മെഗാവാട്ട് വിൽ ബി സംവെയർ ഹിയർ, 50 മെഗാവാട്ട്. അപ്പോൾ വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി? ഫ്രീക്വൻസി വിൽ ബി സംതിങ് ലൈക്ക് 49.5 Hz. 49.5 Hz ആയിരിക്കും ഈ കേസിലെ ഫ്രീക്വൻസി. പക്ഷേ ഇവിടെയും എനിക്ക് ഫ്രീക്വൻസി വേരി ചെയ്യാം. എങ്ങനെ? ഈ ഒരു കർവ് ഐ ക്യാൻ ഷിഫ്റ്റ് ഇൻ എനി വേ. സി, ഈ ഒരു കർവിനെ ഞാൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 50 മെഗാവാട്ടിൽ തന്നെ ഇവിടെ എനിക്ക് 50 ഹെർട്സിലും ഇതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാം. Okay, so this is the case of isolated generator. Next, case 2. Case 2, നമ്മൾ നോക്കാൻ പോകുന്ന 2 generators in parallel. 2 generators in parallel. ഇതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം, ജനറേറ്റർ G1, ഇത് ജനറേറ്റർ G2. ഇവിടെ എന്തുണ്ട്? ലോഡ്. ആൻഡ് ദീസ് ജനറേറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഈ രണ്ട് ജനറേറ്റേഴ്സ് പാരലൽ ആയതുകൊണ്ട് ഈ രണ്ട് ജനറേറ്റേഴ്സും ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി വിൽ ബി സെയിം. ഈ ജനറേറ്റർ എഫ് എന്ന ഫ്രീക്വൻസിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ജനറേറ്ററും എന്തായിരിക്കും? എഫ് എന്ന ഫ്രീക്വൻസിയിൽ തന്നെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, ബിക്കോസ് ദേ ആർ ഇൻ പാരലൽ. ഓക്കെ, നൗ ലെറ്റ് us see the Droop characteristics here. ഇത് പവർ പി, ഇത് ഫ്രീക്വൻസി എഫ്. പവർ പി യൂഷ്വലി ഇൻ മെഗാവാട്ട്, ഫ്രീക്വൻസി എഫ് ഇൻ ഹെർട്സ്. സോ ആദ്യത്തെ ജനറേറ്ററിൻ്റെ ഇതാണ് ആദ്യത്തെ ജനറേറ്ററിൻ്റെ ഈ പവർ എന്താണ്? ഇറ്റ് ഈസ് പി എഫ്, ഫുൾ ലോഡ് 1. ആദ്യത്തെ ജനറേറ്ററിൻ്റെ ആയതുകൊണ്ട് ഫുൾ ലോഡ് 1. ഈ ഫ്രീക്വൻസി എഫ് ഫുൾ ലോഡ് 1, ഇവിടെ എഫ് നോ ലോഡ് 1. ഇതാണ് എൻ്റെ ആദ്യത്തെ ജനറേറ്റർ. രണ്ടാമത്തെ ജനറേറ്ററിൻ്റെ ഡ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഈ ഒരു ക്വാഡ്രൻറ്റിൽ വരയ്ക്കാം. രണ്ടാമത്തെ ജനറേറ്ററിൻ്റെ നോ ലോഡ് ഫ്രീക്വൻസി മേ ബി സെയിം ആസ് എഫ് NL1 ഓർ മേ ബി ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് നോട്ട് എൻ ഇഷ്യൂ. ഇവിടെ വി ആർ അസ്യൂമിങ് ഇറ്റ് ആസ് സെയിം. ഇത് എഫ്,
full load 2, ഇത് ആക്റ്റീവ് പവർ ഓഫ് സെക്കൻഡ് ജനറേറ്റർ ഫുൾ ലോഡ്, പവർ ഫുൾ ലോഡ്. സോ ഇതാണ് ഡ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് ചോദ്യം വരിക, സി ജനറേറ്റർ 1 അസ്യൂം ഇറ്റ് ആസ്, കളർ മാറ്റാം, ജനറേറ്റർ 1 അസ്യൂം ഇറ്റ് ആസ് ഓഫ് 400 മെഗാവാട്ട്, ജനറേറ്റർ 2 അസ്യൂം ഇറ്റ് ഓഫ് 300 മെഗാവാട്ട്. അതായത് പവർ ഫുൾ ലോഡ് 1 എത്രയായി? 400 മെഗാവാട്ട്. ഈ പവർ ഫുൾ ലോഡ് 2 എത്രയായി? 400 ആൻഡ് 300 മെഗാവാട്ട്. സോ ഇറ്റ് ക്യാൻ ടോട്ടൽ supply a power of 400 plus 300, അതായത് 700 megawatt it can supply. But the question is, if the load is 500 megawatt, what is the power supplied by generator 1 and generator 2? So അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് അറിയാം ഫ്രീക്വൻസി ഈസ് സെയിം. വൈ? കാരണം ഈ രണ്ട് ജനറേറ്റേഴ്സും പാരലലാണ്, അതുകൊണ്ട് ഫ്രീക്വൻസി ഈസ് സെയിം. ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട് തന്നെ ലെറ്റ് ദ ഫ്രീക്വൻസി ബി എഫ്. ഈ ഒരു ഫ്രീക്വൻസി എഫ്, ഇത് സെയിം ആണല്ലോ, ഇതായിരിക്കും ഫ്രീക്വൻസി എഫ്. സോ ഇതെന്താണ്? P2 എന്ന് പറയുമ്പോൾ പവർ ജനറേറ്റഡ് ബൈ ജനറേറ്റർ 2. ഈ പവർ എന്തായിരിക്കും? ഇറ്റ് ഈസ് P1. സോ ഇനി നമുക്ക് കാണേണ്ടത് P1, P2 and F. Okay, let us see how. See, we know P1 plus P2 is equal to 500 megawatt. Okay, P1 plus P2 is equal to 500 megawatt. ഇവിടെ നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ നോക്കൂ. ഇത് ആദ്യത്തെ ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ. ഈ ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് പറയുകയാണെങ്കിൽ, വാട്ട് വിൽ ബി ടാൻ തീറ്റ? ടാൻ തീറ്റ വിൽ ബി, ഈ വലിയ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ പവർ, അതായത് 300 മെഗാവാട്ട് ബൈ ഈ ഫ്രീക്വൻസി എന്തായിരിക്കും? 300 മെഗാവാട്ട് ബൈ ഈ ഫ്രീക്വൻസി എന്താ? F full load 2 minus F no load. This is equal to ഈ ഒരു ചെറിയ ട്രയാങ്കിളിൽ that will be equal to tan theta എന്ന് പറയുമ്പോൾ P2 divided by F minus F no load. Okay, ഇവിടെ നോക്കൂ, എഫ് ഫുൾ ലോഡ് ആൻഡ് നോ ലോഡ് നമുക്ക് അറിയാം, വി നോ. ഇവിടെ അൺനോൺ ആയിട്ടുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് ഉള്ളൂ, ഏതൊക്കെ? P2 ആൻഡ് F. സോ ഈ ഒരു ഇക്വേഷനിൽ വി ക്യാൻ റൈറ്റ് P2 ഇൻ ടേംസ് ഓഫ് F. ഇതേപോലെ തന്നെ സെക്കൻഡ് കേസിൽ ടാൻ തീറ്റ എഴുതുകയാണെങ്കിൽ, സെക്കൻഡ് കേസിൽ ഇവിടെ തീറ്റ എടുത്ത് നമ്മൾ ടാൻ തീറ്റ എഴുതുകയാണെങ്കിൽ it will come as 400 megawatt. See, 400 megawatt by ഈ ഒരു ഫ്രീക്വൻസി എന്തായിരിക്കും? F full load 1 minus F no load, that is equal to, ഇനി ചെറിയ ട്രയാങ്കിളിൽ we have to see this side by this side. ഇതെന്താ? It is P1. This is P1 by ഈ ആംഗിൾ, ഈ ലെങ്ത്, അതായത് F minus F load. Here also same. നമ്മളെ അൺനോൺ ഏതൊക്കെയാണ്? P1 and F. ബാക്കി ക്വാണ്ടിറ്റീസ് എല്ലാം 400 മെഗാവാട്ട്, FL1, F no load ഒക്കെ നമുക്ക് നോൺ ആണ്. സോ ഇവിടെ നിന്നും വി ക്യാൻ റൈറ്റ് P1 ഇൻ ടേംസ് ഓഫ് F. സോ P1നെയും നമ്മൾ എഫിൻ്റെ ടേംസിൽ എഴുതി, P2നെയും നമ്മൾ എഫിൻ്റെ ടേംസിൽ എഴുതി. ഇനി ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, P1 plus P2. And from there we will get the value of F. നമുക്ക് എഫിൻ്റെ വാല്യൂ വന്നാൽ we will get P1 and P2. സോ ഇങ്ങനെയാണ് ഡ്രൂപ്പ് 2 ജനറേറ്റേഴ്സ് ഇൻ പാരലൽ ഉള്ള ഡ്രൂപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചെയ്യുക.
കഴിഞ്ഞ ഗേറ്റിന് ഈ വർഷത്തെ ഗേറ്റിന് ഗേറ്റ് 2022നും ഗേറ്റ് 2021നും ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നതാണ്. സോ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ഏരിയ. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളെ കേസ് 2. ഇനി കേസ് 3. കേസ് 3 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് ബസ്. ഇൻഫിനിറ്റ് ബസ് എന്താണ്? ഇൻഫിനിറ്റ് ബസ്, infinite bus means there are so many generators and so many loads connected in parallel. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും ആ ഒരു ബസ്സിന് ഇറ്റ് കനോട്ട് വേരി എനിത്തിങ് ഇൻ ദാറ്റ് ബസ്. ദാറ്റ് മീൻസ് ഇൻ ആൻ ഇൻഫിനിറ്റ് ബസ് frequency f and voltage v, they are always constant in an infinite bus. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് ഫ്രീക്വൻസി എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അത് കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് ഹൗ ക്യാൻ വി ഡ്രോ ദ ക്യാരക്ടറിസ്റ്റിക് ഡ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്? ഇത് എഫ് വിച്ച് ഈസ് ഇൻ ഹെർട്സ്, ഇത് പി വിച്ച് ഈസ് ഇൻ മെഗാവാട്ട്. So how will be the Droop characteristics of an infinite bus bar? It will be constant. ഇതാണ് ഫ്രീക്വൻസി എഫ്. ഇൻഫിനിറ്റ് ബസ്സിൽ ഈ ഒരു ഫ്രീക്വൻസി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. നമ്മളൊരു പവർ പ്ലാന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കേസാണ് നമുക്ക് വേണ്ടി വരിക. അതായത് വി ആർ കണക്റ്റിംഗ് അവർ ജനറേറ്റർ ടു ദ ഇൻഫിനിറ്റ് ബസ്. സോ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ, ഇത് ഇൻഫിനിറ്റ് ബസ്. അതിൻ്റെ സ്കീമാറ്റിക് നോക്കുകയാണെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ബസ്, ഇത് ലോഡ്, ദിസ് ഈസ് അവർ ജനറേറ്റർ. ഈ ഒരു ജനറേറ്ററിനെ നമ്മൾ ഇൻഫിനിറ്റ് ബസ്സിൽ എന്താ ചെയ്യുന്നത്? പാരലൽ ചെയ്യുക ഇൻഫിനിറ്റ് ബസ്. ഓക്കെ, സോ ഇൻഫിനിറ്റ് ബസ്, ലോഡ്, അവർ ജനറേറ്റർ ജി. സോ നമ്മൾ പാരലൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം, ഈ ഫ്രീക്വൻസി ലെറ്റ് ഇറ്റ് ബി എഫ്, ഇത് നമ്മളെ ഇൻകമിങ് ജനറേറ്റർ ജി. ഈ ഇൻകമിങ് ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി ഷുഡ് ബി ഓൾവേസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ ഇൻഫിനിറ്റ് ബസ് ഫ്രീക്വൻസി. അതായത് നമ്മളതിനെ ഇങ്ങനെ പാരലൽ ചെയ്യണം. ഇങ്ങനെ പാരലൽ ചെയ്യുമ്പോൾ എന്താ? നമ്മളെ ജനറേറ്റർ ജി will give a small power P to the bus. അതായത് it will act as an synchronous generator. Assume നമ്മളെ ഇൻകമിങ് ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി ഇൻഫിനിറ്റ് ബസ്സിൻ്റെ ഫ്രീക്വൻസിനെക്കാട്ടിലും കുറവാണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ കർവ് വിൽ ബി ലൈക്ക് ദിസ്. അല്ലേ, കർവ് വിൽ ബി ലൈക്ക് ദിസ്. ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇതാണ് പവർ പി വിച്ച് ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ ജനറേറ്റർ എന്തായി മാറും? ഇറ്റ് വിൽ ആക്ട് ആസ് എ സിങ്ക്രണസ് മോട്ടർ. സോ നമ്മൾ പവർ പ്ലാന്റിൽ നമ്മളൊരു ജനറേറ്റർ ഇൻഫിനിറ്റ് ബസ്സുമായിട്ട് പാരലൽ ചെയ്യുമ്പോൾ ദ നോ ലോഡ് ഫ്രീക്വൻസി ഓഫ് ദ ജനറേറ്റർ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻഫിനിറ്റ് ബസ്. ഇനി നമ്മൾ പാരലൽ ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു? പാരലൽ ചെയ്തു. നൗ എനിക്ക് എന്ത് ചെയ്യണം? ലോഡ് ഇൻക്രീസ് ചെയ്യണം. ആദ്യത്തെ ലോഡ് എന്താ? P1 വിച്ച് ഇസ് എ സ്മോൾ പവർ. എനിക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യാൻ വാട്ട് വിൽ ഐ ഡു? എൻ്റെ നോ ലോഡ് ഫ്രീക്വൻസി എഫ്, നോ ലോഡ് ഫ്രീക്വൻസി ഐ വിൽ ഇൻക്രീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗവർണർ. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസ്യൂം ഐ ഹാവ് ഇൻക്രീസ്ഡ് ലൈക്ക് ദിസ്. സോ ഇവിടെ എന്തായിരിക്കും? പവർ. സോ ഇങ്ങനെ നോ ലോഡ് ഫ്രീക്വൻസി ഗവർണറിൻ്റെ സഹായത്തോടെ എനിക്ക് ഇൻക്രീസ് ചെയ്തിട്ട് ആക്റ്റീവ് പവർ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾ 3 കേസ് നോക്കി. ഐസൊലേറ്റഡ് ജനറേറ്റർ, 2 ജനറേറ്റേഴ്സ് ഇൻ പാരലൽ ആൻഡ് ഇൻഫിനിറ്റ് ബസ് ബാർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഗേറ്റിലൊക്കെ എപ്പോഴും ചോദ്യം വരുന്നത് 2 ജനറേറ്റേഴ്സ് ഇൻ പാരലൽ. യെസ്, ഈ ഒരു കൺസെപ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ നോക്കി P1 + P2, ഇത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും ഈ ഒരു വാല്യൂ. അപ്പോൾ P1നെയും P2നെയും എഫിൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ട്
അതിൽ നിന്ന് എഫ് ഫൈൻഡ് ഔട്ട് ചെയ്യുക ആൻഡ് റെസ്റ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ.